കേരളത്തെ ഇഷ്ടപ്പെടുന്ന, മലയാളത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളികൾക്കുള്ളൊരു സന്തോഷ വാർത്തയുണ്ട്. മലയാളത്തെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ച വിവരം നിങ്ങളെല്ലാവരും സന്തോഷത്തോടുകൂടി അറിയുകയാണ്. 2024 ഒക്ടോബർ 9 നിയമസഭ പാസാക്കിയ ബില്ലാണ് ഇന്നലെ ഗവർണർ അംഗീകരിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബില്ല് 2015 മലയാള ഭാഷാ ബില്ല് കൊണ്ടുവന്നതാണ്. പക്ഷെ അന്നത്തെ ഗവർണർ അത് അംഗീകരിച്ചില്ല. കാരണം ന്യൂനപക്ഷ ഭാഷയായ തമിഴ്, കന്നഡ, തമിഴ് ഇവയൊക്കെ ഒരു പ്രശ്നമാകുമെന്ന് പറയണം അന്ന് അംഗീകരിക്കുന്നത്. പക്ഷെ ഇന്നത് അംഗീകരിച്ചത് വളരെ സന്തോഷം. കേരള എന്ന പേര് കേരളം എന്നാക്കുന്നതോടൊപ്പം മലയാളം ഔദ്യോഗിക ഭാഷയായി മാറുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇങ്ങനൊരു നിയമം വരുന്നതിലൂടെ നമ്മുടെ സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും മലയാളം നിർബന്ധിത ഒന്നാം ഭാഷയായി മാറും എന്നത് വളരെ സന്തോഷകരമാണ്. അതുപോലെ തന്നെ മറ്റു ഭാഷ മാതൃഭാഷയായിട്ടുള്ള കുട്ടികൾക്ക് മലയാളം കൂടി പഠിക്കാനുള്ള ഒരു അവസരം ലഭിക്കും. ഇതിൽ വേറൊരു സംഗതി ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പം മറ്റു മാതൃഭാഷയായിട്ടുള്ള കുട്ടികൾ വിദേശത്ത് നിന്ന് ഇവിടെ വന്ന് പഠിക്കുന്ന കുട്ടികൾ ഇവർക്കൊക്കെ തന്നെ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും +1 +2 മലയാളം പരീക്ഷകൾ എഴുതേണ്ട സാഹചര്യം വരുന്നില്ല. പിന്നെ ഇതിൽ വേറെ സംഗതി, നമ്മളെ കേരളത്തിൻ്റെ എല്ലാ എഴുത്തുകുത്തുകളും, നമ്മുടെ ഔദ്യോഗികമായ എല്ലാ എഴുത്തുകുത്തുകളും മലയാളത്തിലേക്ക് മാറും. ബോർഡുകളൊക്കെ മലയാളത്തിലേക്ക് മാറും. നമ്മൾ കുറച്ച് ഈ മലയാളം ഇംഗ്ലീഷ് കലർന്ന് സംസാരിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് ആദ്യം അനുഭവപ്പെടുമെങ്കിലും വളരെ സന്തോഷമാണ്. നമ്മുടെ സ്വന്തം ഭാഷ മലയാളത്തിൻ്റെ ഔദ്യോഗിക ഭാഷയായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. അപ്പോൾ എല്ലാവരെയും ആ സന്തോഷം അറിയിക്കുകയാണ്. നന്ദി.